ഇന്ന് നെറ്റ്വർക്ക് ചാനലിന് അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. 6 മക്കളെയും കൊണ്ട് തെരുവിൽ കഴിയുന്ന ദൊരൈ പഞ്ചമി ദമ്പതികളുടെ വാർത്ത നെറ്റ്വർക്ക് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ച ദിവസമാണ്. പയ്യന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് അവർ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലാണ് ആദ്യമായിട്ട് ഈ വിഷയം, ഇവരുടെ ഒരു താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് വാർത്ത എത്തുന്നത്. അതേ തുടർന്ന് പയ്യന്നൂരിലെ മറ്റ് മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പലവട്ടം ഈ കുടുംബം ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ നേരത്തെ നഗരസഭയുടെ വീടിൻ്റെ ആവശ്യമുള്ള ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നു. ഇവർക്കൊരു താമസ സൗകര്യം എന്നോട് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവരുടെ ഒരു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടി ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതപ്പം തന്നെ ബന്ധപ്പെടുകയും ഇന്നിപ്പോൾ ജില്ലാ സപ്ലൈ ഓഫീസർ വന്നു തന്നെ അവർക്ക് ഏറ്റവും പുതിയ റേഷൻ കാർഡ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് കൂടി ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. നമ്മൾ റോഡ് സൈഡിൽ തന്നെ കിടന്ന് ശീലിച്ചു പോയി. ഞങ്ങളുടെ മക്കൾ റോഡ് സൈഡിൽ തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ കാലങ്ങളിൽ കുഴപ്പമില്ല, ആ കാലത്തിൽ ആരും അങ്ങനെ ശല്യം ചെയ്തില്ല. ചെയർമാനോട് നന്ദി പറയുന്നു. പിന്നെ വേറെ ഒരു ചേട്ടനുണ്ട്, ആ ചേട്ടന് പേരറിയില്ല. ആ ചേട്ടൻ ബാങ്കിലാണ് പണിയെടുക്കുന്നത്, ആ ചേട്ടൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്ക് നന്ദി പറയണം, നിങ്ങൾക്ക് നന്ദി പറയണം. പിന്നെ ഞങ്ങൾക്ക് എത്ര ആരൊക്കെ സഹായം ചെയ്തോ അവർക്കൊക്കെ നന്ദി പറയണം. ഈ തെരുവിൽ നിന്നാണ് ദൊരയും പഞ്ചമിയും ജീവിതത്തിന്റെ പുതിയ വഴിയിലേക്ക് പോയത്. ഇനി ആ 6 മക്കൾക്കും ആരെയും പേടിക്കാതെ സുരക്ഷിതമായി ഒരു വീടിനുള്ളിൽ കിടന്നുറങ്ങാം. ഈ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.